പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കൃപയുടെ ഈ സമയം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് ദൈവകരുണയിൽ ആശ്രയിക്കുന്ന സമയമാണ്. 3 മണി സമയം, തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം. ഒത്തിരിയേറെ കഠിനമായ പീഡകൾ സഹിച്ച് ഈശോനാഥൻ ലോകത്തിന് രക്ഷ നേടിത്തന്ന സമയം. ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിഞ്ഞ സമയമാണിത്. ഈശോ പറഞ്ഞതനുസരിച്ച് ഈ ഒരു നിമിഷം, എൻ്റെ കഠിന പീഡകളുടെ സമയത്ത് നിങ്ങൾ എന്നോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ നിഷേധിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു നിമിഷം ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയിൽ ആശ്രയം വെക്കണം. കർത്താവിൻ്റെ കരുണയിൽ മാത്രമാണ് നമുക്ക് ശരണം വയ്ക്കുവാനുള്ളത്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കൃപയുടെ സമയം, കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന ഈ ഒരു സമയം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അന്ധയാചകൻ ഈശോ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു ഭിക്ഷയാചകനായ ഈ ഒരു വ്യക്തി എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്നറിയാതെ ജനത്തിരക്കും ശബ്ദവും കേട്ടിട്ട് അവിടെ നടന്നുപോയ ആളുകളോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാവരും ഒന്നടങ്കം പറയുന്ന കാര്യം, നസ്രായനായ യേശു കടന്നു പോകുന്നു. കാരണം അത്രമാത്രം ശക്തനും ധീരനും അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തകനുമായ പ്രവാചകനായി കണക്കാക്കപ്പെടുന്ന ആ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയെ കൂടുതലായിട്ട് സമീപിക്കാനുള്ള പ്രധാന കാരണം അവൻ കേട്ടതനുസരിച്ച്, കാണാൻ പറ്റിയില്ലെങ്കിലും കേട്ട കാര്യങ്ങളിലൂടെ അവൻ തിരിച്ചറിഞ്ഞ കാര്യം, എൻ്റെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളവൻ ഇവനാണ്, എന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ളവൻ ഇവനാണ്. അതുകൊണ്ട് അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആ ഒരു വലിയ പ്രാർത്ഥനയിൽ ഭിക്ഷയാചകനായ അന്ധനായ ആ ഒരു വ്യക്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ ആളുകൾ അവനെ ശകാരിച്ച് അവനോട് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വീണുപോകാതെ
ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ നിലവിളിക്കുന്ന ആ വ്യക്തി, ഒരു ഭിക്ഷയാചകൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇത് തന്നെയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായി ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വത്തെ പോലും ദൈവം ഇത്ര അധികമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയ ആശ്വാസമായിട്ടുള്ളത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതിൻ്റെ പിന്നിലെ കാരണം ഈശോയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, ഈശോയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ആ ഒരു വലിയ ചിന്ത നമ്മളെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും വലിയ കാരുണ്യത്തിൽ നിന്നും ഒക്കെ അകറ്റിക്കൊണ്ടു പോവുകയാണ്. എന്നോട് ഒട്ടും സ്നേഹമില്ല ഈശോയ്ക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്ന വ്യക്തി ഈശോ തന്നെയാണ്. ഈശോ പറയുന്ന കാര്യം, കാൽവരിയിലേക്ക് നോക്കുക, നിനക്ക് വേണ്ടി ഇത്രമാത്രം വേദനകൾ സഹിച്ച്, ഇത്രമാത്രം പീഡകൾ സഹിച്ച് കുരിശിൽ എൻ്റെ അവസാനത്തുള്ള രക്തം പോലും നിനക്ക് വേണ്ടി ചിന്തി. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന എന്നെ നോക്കിയിട്ട് നീ പറയുന്നു നിനക്ക് എന്നോട് സ്നേഹമില്ല. പ്രിയപ്പെട്ട, അതാണ് ഈശോ ഒത്തിരിയേറെ വേദനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ ദൈവത്തെ നോക്കി പരാതി പറയുന്നേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് നിൻ്റെ സ്നേഹം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കി തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അന്ധയാചകൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്, പക്ഷെ അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവായി ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. അവൻ്റെ പ്രാർത്ഥന ഈശോ കേട്ട് അവന് സൗഖ്യം നൽകുകയാണ്. നിലവിളിക്കുന്നവരുടെ നിലവിളി കേട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട്. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവർ ഭാഗ്യവാൻ. അവർക്കൊക്കെ സമൃദ്ധി ലഭിക്കും, അവരാഗ്രഹിക്കുന്നതിൻ്റെ ആ വലിയ ഇരട്ടി ലഭിക്കുമെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. വെള്ളിമേഘങ്ങൾക്ക് അപ്പുറത്തിരുന്ന് നമ്മുടെ സഹനങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ കൂടെ വസിക്കുന്നവൻ, ഇമ്മാനുവേലായ ദൈവം. അവൻ നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം ഇത്രമാത്രം സ്നേഹം ചൊരിഞ്ഞിട്ടും കരുണ ചൊരിഞ്ഞിട്ടും നമ്മൾ പറയുന്നു, കർത്താവേ നിനക്ക് എന്നോടൊട്ടും സ്നേഹമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരാലും പരിത്യക്തനായി, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, നീ പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇപ്രകാരം പറയുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് ഈശോ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കും നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറയുന്നത്, കർത്താവിൻ്റെ കരുണ ശാശ്വതമാണ്. 106-ാം സങ്കീർത്തനം പറയുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മാത്രമാണ്. ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ച് കർത്താവിൻ്റെ കരുണയിൽ ആശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യവംശത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ദൈവകരുണയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ കരുണ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീ പോയി പ്രചരിപ്പിക്കണം. ഒരാളെ അപ്പസ്തോലയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിലൂടെ ഒരു വലിയ ദൗത്യമാണ് നൽകുക. എന്തിനു വേണ്ടിയാണ്? എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കരുണയറിയണം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഒത്തിരി കഠിന പാപികൾക്കും മനസ്സാന്തരം ലഭിക്കും. വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യം നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ
ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. ദൈവകരുണയിൽ ആശ്രയം വയ്ക്കാനായിട്ട് വിശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കരുണയുടെ അപ്പസ്തോലയായി, ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റിനായ്ക്ക് വിശു വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അത് തന്നെയാണ്. കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുക. ഈശോയെ, ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ നിൻ്റെ വചനം കേട്ട് നിൻ്റെ സ്നേഹവും കരുണയും മനസ്സിലാക്കി നിന്നിൽ അഭയം പ്രാപിക്കുന്നവരായി മാറുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും കഷ്ടതകളുടെയും നടുവിലും കർത്താവ് നീ തരുന്ന വലിയ സന്തോഷവും സമാധാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നേ അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും